ഇന്ന് ആഗസ്റ്റ് 7 കറണ്ട് അഫയേഴ്സാണ് പറയുന്നത്. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് 7. തീം എന്താണ്? ഹാൻഡ്ലൂംസ് എംപവറിംഗ് വുമൺ എംപവറിംഗ് ദ നേഷൻ. കൈത്തറി ദിനം ഓഗസ്റ്റ് 7. അതിൻ്റെ തീം ഹാൻഡ്ലൂംസ് എംപവറിംഗ് വുമൺ എംപവറിംഗ് ദ നേഷൻ. ഹാൻഡ്ലൂംസ് എംപവറിംഗ് വുമൺ എംപവറിംഗ് ദ നേഷൻ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇത് തദ്ദേശീയ വ്യവസായങ്ങളെ, പ്രത്യേകിച്ച് കൈത്തറി നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിനാൽ 2015 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. കൈത്തറി ദിനം എങ്ങനെ വന്നത്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മളെ കൈത്തറി നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് 2015 മുതൽ, അതുവരേക്കും ഉണ്ടായിട്ടില്ല, 2015 മുതൽ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. 2021 ഓഗസ്റ്റ് 7 ടോക്കിയോ 2020 ഒളിമ്പിക്സ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയതിൻ്റെ ഓർമ്മക്കായി ഓഗസ്റ്റ് 7 ജാവലിൻ ദിനമായി ആചരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 7 എന്താണ്? കൈത്തറി ദിനം കൂടാതെ ജാവലിൻ ദിനമാണ്. ജാവലിൻ ദിനമാവാൻ കാരണം എന്താണ്? നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടി. 2021 ഓഗസ്റ്റ് 7 ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്താ? മെഡിസെപ്പ്. മെഡിസെപ്പിലൂടെ ഒരു വർഷം എത്ര രൂപ ലഭിക്കും? 5 ലക്ഷം രൂപയാണ് സഹായമായിട്ട് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വർഷവും 5 ലക്ഷത്തിൻ്റെ ചികിത്സ എന്ന വ്യവസ്ഥയോടെ 2 വർഷത്തേക്കായിരിക്കും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ കരാറ്. 2 വർഷത്തിലാണ് കരാറ്. ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? 3 വർഷമായിരുന്നു കരാറുണ്ടായിരുന്നത്. 3 ലക്ഷമായിരുന്നു. പിന്നെ ഇപ്പോൾ 2 വർഷവും 5 ലക്ഷമാണ്. ഈ 5 ലക്ഷത്തിൽ രണ്ടാമത്തെ വർഷം ഉണ്ടാവില്ലേ, അതിൽ 5% കൂടി നമുക്ക് കൂട്ടിയിട്ട് വർധന ഉണ്ടാകും. പ്രീമിയത്തിൽ, ചികിത്സാ സഹായത്തിൽ 5% കൂടി വർധനവ് ഉണ്ടാകും. അടുത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI പരിരക്ഷയില്ലാതെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ്. മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുന്ന ആരൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷൻ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവ, അഥവാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ. നിലവിലെ പ്രതിമാസ പ്രീമിയം എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ഇനി 750 രൂപയാക്കുമെന്നാണ് പഠന സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ള ശുപാർശ. 2022 ജൂലൈ 1 പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. 2022 അതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ 2022 അടുത്ത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. 2022 ജൂലൈ 1 പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് പുനരധിവസിക്കാൻ വേണ്ടി ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ്. തീരദേശത്ത് കടലിൻ്റെ ഭാഗത്ത് നിന്ന് 50 മീറ്ററിന് പരിധിയിലുള്ള എല്ലാവരും മാറ്റിയിട്ട് വേറെ ഭാഗത്തേക്ക് മാറ്റിക്കുക. അവിടെ സുരക്ഷ കുറവായതുകൊണ്ട്. ഈ ഫിഷറീസിൻ്റെ പദ്ധതിൻ്റെ പേരാണ് പുനർഗേഹം പദ്ധതിയുടെ മുട്ടത്തറയിൽ നിർമ്മിച്ച ഫ്ലാറ്റുകളുടെ എണ്ണമാണ് 332. മുട്ടത്തറയിൽ 332 ഫ്ലാറ്റുകൾ നിർമ്മിച്ചു. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 2023 ഫെബ്രുവരി 10 മുട്ടത്തറയിൽ ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. ഈ 332 തുടങ്ങിയല്ലോ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നാണ്? 2023 ഫെബ്രുവരി 10. പിന്നെ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ഓഗസ്റ്റിൽ ചുമതലയേറ്റത് ആരാണ്? പീയൂഷ് ജെയിനാണ്. കേരളത്തിലും ലക്ഷദ്വീപിൻ്റെയും കൂടിയായി ചുമതലയുള്ള ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണറായി ഓഗസ്റ്റിൽ നിയമിതനായത് പീയൂഷ് ജെയിൻ. അടുത്തത് ഉത്തരാഖണ്ഡിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് അപകടകരമായ ജലനിരപ്പ് ഉയർന്ന നദികളാണ് മന്ദാകിനി, ഭാഗീരഥി, ബാൺഗംഗ. ഉത്തരാഖണ്ഡിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് അപകടകരം വിധം ജലനിരപ്പ് ഉയർന്ന നദികളാണ് മന്ദാകിനി, ഭാഗീരഥി, ബാൺഗംഗ. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് മണ്ണിൽ മൂടിപ്പോയ പുരാതന ശിവക്ഷേത്രമുണ്ട്. അതാണ് കൽപ്പ് കേദാറാണ്. കേദാർനാഥിൻ ക്ഷേത്രത്തോട് സാമ്യമുള്ള ഒരു ക്ഷേത്രമാണ് കൽപ്പ് കേദാർ. മുൻപൊരിക്കൽ 1945 പിന്നെ തിരിച്ചു കിട്ടിയ മുമ്പൊരിക്കൽ ഒരു അപകടം ഉണ്ടായിട്ട് കൽപ്പ് കേദാർ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് 1945 അത് പുനരായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ മാർക്സിസ്റ്റ് തത്വചാര്യനായ P. ഗോവിന്ദപിള്ളയുടെ ജന്മദശതാബ്ദി വർഷമായിട്ട് ആചരിക്കാൻ എവിടെയാണ് നേതൃത്വം നൽകുന്നത് വെച്ചാൽ PG സംസ്കൃതി കേന്ദ്രത്തിൽ. മാർക്സിസ്റ്റ് തത്വചാര്യൻ അന്തരിച്ച
പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദി വർഷ ആചരണത്തിന് നേതൃത്വം നൽകുന്നത് PG സംസ്കൃതി കേന്ദ്രമാണ്. പി ഗോവിന്ദപിള്ളയുടെ 100ാം ജന്മവാർഷികമാണ് 2026 മെയ് 25. ഓക്കെ. 1951 തിരുക്കൊച്ചി നിയമസഭയിലേക്കും 1957, 65, 67 പെരുമ്പാവൂരിൽ നിന്നുള്ള കേരള നിയമസഭയിലേക്കും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന പുസ്തകം ആരാണ് രചിച്ചിട്ടുള്ളത്? പി ഗോവിന്ദപിള്ള. EMS നമ്പൂതിരിപ്പാടിൻ്റെ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന പുസ്തകം രചിച്ചത് പി ഗോവിന്ദപിള്ളയാണ്. ഓക്കെ. അടുത്തത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 31 നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യമാണ് ചൈന. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 31 നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യമാണ് ചൈന. ചൈനീസ് പ്രസിഡൻ്റാണ് ഷീ ജിൻപിങ്. ചൈനീസിൻ്റെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ വേദിയാണ് ടിയാൻജിൻ സിറ്റി. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദിയാണ് ടിയാൻജിൻ സിറ്റി. 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷം ആദ്യമാണ് മോദി ചൈന സന്ദർശിക്കുന്നത്. 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷം മോദി പോയിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഇങ്ങനെ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്. പിന്നെ 2019 ഒടുവിൽ ചൈന സന്ദർശിച്ചത്, പിന്നെ പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2019 ഗാൽവൻ സംഘർഷം ഉണ്ടാകുന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിലെ അതിഗംഭീര പ്രകടനത്തിൽ മികവ് ടെസ്റ്റ് ബൗളിംഗ് റാങ്കിൽ ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ ഒന്നാമനാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ അതിഗംഭീര പ്രകടനത്തിൽ മികവ് ടെസ്റ്റ് ബൗളിംഗ് റാങ്കിൽ ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ. 15ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജാണ്. ദക്ഷിണാഫ്രിക്കയുടെ കാഗി സൊറാബാദ രണ്ടാമത്. ഒന്നാമതാരാണ്? ജസ്പ്രീത് ബുംറ. 15ാമത് ഇന്ത്യൻ്റെ ആളാണ്, അതുകൊണ്ട് മുഹമ്മദ് സിറാജ്. പിന്നെ രണ്ടാമത് കാഗി സൊറാബാദ്. ഓക്കെ. അടുത്തത് ഓസീസ് നായകൻ പാട്രിക് കമ്മിൻസ് മൂന്നാമത്. ടെസ്റ്റ് ബാറ്റർമാരുടെ റാങ്ക് പട്ടികയാണ്. ഇംഗ്ലീഷ് താരം ജോ റൂട്ട് ഒന്നാമത്, ഹാരി ബ്രേക്ക് രണ്ടാമത്, കെൻ വില്യം മൂന്നാമത്. ഓസീസ് നായകൻ പാട്രിക് കമ്മിൻസ് മൂന്നാമത്. അടുത്തത് 2025 ഓഗസ്റ്റ് 6 അന്തരിച്ച ഹോർഹെ കോസ്റ്റ ഏതു മേഖലയുമായ പ്രശസ്തനായിരുന്നു? പോർച്ചുഗൽ ഫുട്ബോൾ താരമാണ്. 2025 ഓഗസ്റ്റ് 6 അന്തരിച്ച ഹോർഹെ കോസ്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോർച്ചുഗൽ ഫുട്ബോൾ താരം. 2018-19 സീസണിൽ ISA ക്ലബ്ബ് മുംബൈ സിറ്റിയുടെ മുഖ്യ പരിശീലകൻ ആയിരുന്നു ആര്? പോർച്ചുഗൽ ഫുട്ബോൾ താരമായ ആരാണ്? 2018-19 സീസണിൽ IAS ക്ലബ്ബ് മുംബൈ സിറ്റിയുടെ മുഖ്യ പരിശീലകൻ ആയിരുന്നു അന്തരിച്ച ഹോർഹെ കോസ്റ്റ്. കർത്തവ്യ ഭവൻ സെൻട്രൽ വിസിറ്റ പദ്ധതിക്ക് കീഴിൽ പൊതു സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഭാഗമായി 10 സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിൽ ആദ്യത്തേതാണ് കർത്തവ്യഭവൻ. സെൻട്രൽ വിസിറ്റ പദ്ധതിക്ക് കീഴിൽ പൊതു സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ 10 സമുച്ചയം നിർമ്മിക്കുക എന്നുള്ള ഒരു സംരംഭമുണ്ട്. അതിൽ ഫസ്റ്റത്തത് കർത്തവ്യ ഭവൻ. പിന്നെ ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 6 കേന്ദ്ര സർക്കാരിന് കീഴിലെ അതിൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാവും. കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കുരയ്ക്കുള്ളിൽ കണ്ടുവരിക. പിന്നെ ശാസ്ത്രീയ ഭവൻ, ഉദ്യോഗ ഭവൻ, നിർമ്മാൺ ഭവൻ, കൃഷി ഭവൻ, വായുഭവൻ തുടങ്ങിയ പേരുകൾ പ്രവർത്തിക്കുന്ന മന്ത്രാലയങ്ങളെല്ലാം കർത്തവ്യപഥിലെ ഒരു പുതിയ മേൽവിലാസത്തിലേക്ക് മാറും. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ ഓഫീസുകൾ ഇനി ഇവിടെ പ്രവർത്തിക്കും. 2 ബേസ്മെൻറ്റുകളായി 7 നില പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിടമുണ്ടാകും. 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. അതൊക്കെ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ കർത്തവ്യ ഭവനിൽ ഉൾപ്പെടുത്താത്തത് എന്ത് എന്നുള്ള ക്വസ്റ്റ്യനിലൊക്കെ വരില്ല, അറിയപ്പെട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീലഗിരി താറുകളുള്ള സാന്നിധ്യം കാണപ്പെടുന്നത് എരുവികുളത്താണ്. മുക്കൂർത്തി നാഷണൽ പാർക്കിലും ഗ്രാസ് ഹിൽസ് നാഷണൽ പാർക്കിലുമാണ് തമിഴ്നാട്ടിലെ താറുകളുടെ പ്രധാന സാന്നിധ്യം. മുക്കൂർത്തി നാഷണൽ പാർക്കിലും ഗ്രാസ് ഹിൽ നാഷണൽ പാർക്കിലുമാണ് തമിഴ്നാട്ടിലെ താറുകളുടെ പ്രധാന സാന്നിധ്യം. കേരളത്തിലെ കണക്കെടുപ്പിൽ 1365 താറുകൾ കാണപ്പെടുന്നുണ്ട്. വരയാട് പറഞ്ഞ താറാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ഇന്ത്യ 2024 ഇലക്ട്രിക് മൊബിലിറ്റി സൂചിയിൽ കേരളത്തിൻ്റെ സ്ഥാനം 19. നീതി ആയോഗിൻ്റെ 2024 ഇലക്ട്രിക് മൊബിലിറ്റി
ഈ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 19. 100-ൽ 36 പോയിന്റ് നേടി കേരളം ആസ്പിരൻ്റ് സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 100-ൽ 36 നേടിയിട്ടാണ് ആസ്പിരൻ്റ് സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള. 77 പോയിന്റുകളുടെ ഡൽഹി 1-ാം റാങ്കിൽ. 2-ാം സ്ഥാനം മഹാരാഷ്ട്ര. 3-ാം സ്ഥാനം ഛത്തീസ്ഗഡ്. ഗതാഗത വൈദ്യുതീകരണത്തിൻ്റെ പുരോഗതി കേരളത്തിൻ്റെ റാങ്ക് 21. ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ സന്നദ്ധ കേരളത്തിൻ്റെ റാങ്ക് 24. വൈദ്യുത വാഹനങ്ങളിലെ ഗവേഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെ അവസ്ഥ കേരളത്തിൻ്റെ റാങ്ക് 11. വൈദ്യുത വാഹനങ്ങളിലെ ഗവേഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും അവസ്ഥ വെച്ചിട്ട് കേരളത്തിൻ്റെ സ്ഥാനം 11 എന്നീ 3 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു റാങ്കിങ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ അമേരിക്കയിലേക്കുള്ള സാധനങ്ങളുടെ ഇറക്കുമതി തീരുവ 50%മാക്കി ട്രംപിൻ്റെ ഉത്തരവ് വന്നു. 20% വർദ്ധിപ്പിച്ചതാണ്. ഓഗസ്റ്റ് 27 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതോടെ ബ്രസീലിനൊപ്പം ഏറ്റവും ഉയർന്ന തീരുവ ഉള്ള രാജ്യമായി ഇന്ത്യ മാറും. നീക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഈ നീക്കം ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം 2025 ഓഗസ്റ്റ് 7 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ്റെ 100-ാം ജന്മവാർഷികം ആഘോഷിക്കുന്നുണ്ട്. 2025 ഓഗസ്റ്റ് 7 ജൈവ ആനന്ദം എന്നാണ് ആഘോഷത്തിന് പേരിട്ടിരിക്കുന്നത്. ജൈവ ആനന്ദം MS സ്വാമിനാഥൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായതുകൊണ്ട് തന്നെ ജൈവ ആനന്ദം എന്നാണ് പേരിട്ടത്. ഇതോടനുബന്ധിച്ച് ശതാബ്ദി സ്റ്റാമ്പ് 100 രൂപയുടെ നാണയം പുറത്തിറക്കി. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനനം. MS സ്വാമിനാഥൻ അവാർഡ് ഫോർ $26 വന്നല്ലോ. അതാർക്കാണ് കിട്ടിയത്? അഡമോലോ എ അഡല്ല, നൈജീരിയക്കാരനാണ്. ഓക്കെ.